ഓം ശ്രീം ഹ്രീം ക്ലീം നമോ നാരായണായ മഹാസുദർശനായ സഹസ്രാര ഹുംഭട്ട് നമോ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം ഈ വരുന്ന 2025 മാർച്ച് വരെ 6 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ശനിയും വ്യാഴവും നൽകുന്ന അപൂർവമായ ഭാഗ്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഈ ഫലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ദശാകാലങ്ങൾ, അപഹാരം, അന്തർദശ എന്നിവ കൂടി മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിലുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നിഷ്പ്രയാസം മറികടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ശനിയും വ്യാഴവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ഒരു നീണ്ട കാലയളവിൽ തന്നെ ആ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ജാതകവശാൽ ഗ്രഹങ്ങൾ ശുഭൻ ആയിരിക്കണം, അല്ലെങ്കിൽ ബലവാനായിരിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും എന്ന് പറയുന്നത്. സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 2025 മെയ് മാസത്തോടെ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കാണ് രാശിമാറ്റം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കൂടുതലും പ്രാധാന്യമർഹിക്കുന്ന ഗ്രഹമായിട്ടുള്ള ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ശനിയാണെങ്കിൽ കുംഭം രാശിയിൽ മൂലത്രികോണ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. 2025 മാർച്ച് 28 വരെ ശനി കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യും. 28, 29. അത് കഴിഞ്ഞ് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കാണ് രാശിമാറ്റം ചെയ്യുന്നത്. ഈ ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്നത്, വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതുമായിട്ടുള്ള 2 രാശിയിൽ വരുന്ന ആൾക്കാരാണ്. 2 രാശി എന്ന് പറയുമ്പോൾ മേടരാശിയും കന്നി രാശിയുമാണ് ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള യോഗം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം ചേരുന്ന മേടക്കൂറുകാർക്ക് കുംഭം രാശിയിൽ മൂലത്രികോണ രാശിയിൽ പൂർണ്ണ തൃപ്തനായി നിൽക്കുകയാണ് ശനി. മേടം രാശിക്കാർക്ക് കുംഭം രാശി 11-ാം ഭാവമാണ്. അതിൽ പറയുന്ന അതിൻ്റെ ആ 11-ാം ഭാവത്തെ വെച്ച് നോക്കുമ്പോൾ സർവ്വവിധ ലാഭം പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. ജാതകത്തിലെ ശനി ശുഭനാണെങ്കിൽ സർവകാര്യ വിജയവും വാഹന ലാഭവും ശയനസുഖവും ഭക്ഷണ സമൃദ്ധിയും ഗൃഹലാഭം, ധനലാഭം, വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം നടന്നു കിട്ടുവാൻ ഉള്ള സമയവും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്ന സമയവുമാണ്. രോഗികൾക്കാണെങ്കിൽ രോഗാവസ്ഥ കുറഞ്ഞ് ഔഷധ സേവയൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയം, അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും ആശങ്കകളൊക്കെ കുറയുവാനുള്ള സാഹചര്യവും, സർവ്വവിധ സൗഭാഗ്യങ്ങൾ, രാജകീയമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ എന്നീ യോഗങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും. മേടം രാശിക്കാർക്ക് ഭാഗ്യാധിപനായ വ്യാഴം 2-ൽ നിൽക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടം. ഏതൊരു കാര്യത്തിനും ഇറങ്ങി തിരിക്കുമ്പോൾ കാര്യങ്ങൾ ശുഭകരമായി തീരും. വീട്, വാഹനം, വസ്തു എന്നിവ ലഭിക്കുന്നതിനും എല്ലാ ഭാഗ്യം വന്നു ചേരുന്നതിനുമുള്ളൊരു കാലഘട്ടമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ധനവരവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഖഭോഗങ്ങൾ തന്നെ നല്ല രീതിയിൽ അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാവും. ഭക്ഷണസുഖവും വിവാഹവും, അങ്ങനെ വിവാഹം ഇരിക്കുന്നവർക്കൊക്കെ വിവാഹം നടന്നു കിട്ടുവാനും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. കന്നിക്കൂറ് വരുമ്പോൾ വ്യാഴവും ശനിയും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രണ്ടാമത്തെ രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത്. ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളിൽ അത്തം ചിത്തിരയുടെ 1-ാം പാദം 2-ാം പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് 6-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നു. ഭാഗ്യഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. മേടം രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ശയനസുഖം, രോഗാരിഷ്ടതകൾ കുറയാനുള്ള സംഭവങ്ങൾ, ഭക്ഷണസുഖം, ഗൃഹലാഭം, വാഹനലാഭം, സർവകാര്യ വിജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. ഈ രീതിയിലെല്ലാം ധനവരവുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കന്നിരാശിക്കാർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴവും ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ഒന്നും തന്നെ ഭയപ്പെടാനില്ലാത്തൊരു കാലം. തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയെ വന്നു ചേരുകയില്ല. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഫലങ്ങൾ മാറും എന്നുള്ളത് കൂടി ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ജാതക പരിശോധന പ്രധാനമായിട്ടും നടത്തുക. ഇതിലെ ഫലങ്ങൾ കേട്ടിട്ട് നമുക്കിത് നടക്കുന്നില്ലല്ലോ, നമുക്കിത് നടക്കാതെ പോയി എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ജാതകം കൂടി നിങ്ങൾ പരിശോധിക്കുക. എന്നാൽ മാത്രമേ കൃത്യത കിട്ടുകയുള്ളൂ കാര്യങ്ങളിൽ. സ്വന്തം ഗൃഹനിലയിൽ ഇപ്പോഴത്തെ അവസ്ഥ കൂടി പരിശോധിച്ച് ഫലം പൂർണ്ണമാക്കി കാണണം. ഈ 2 രാശിക്കാർക്കും വളരെയധികം ദൈവ അനുഗ്രഹമുള്ള സമയമാണ്. അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു നിൽക്കുന്ന സമയത്തിലൂടെയാണ് കന്നി രാശിയും മേടം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ ആണ് കാര്യങ്ങൾ ആ രീതിയിലാണ് കാണാനുള്ളത്. ഏത് രീതിയിലും വിവാഹം എന്നുള്ളതും ആലോചനകൾ വന്നിട്ട് നടക്കാതെ പോയ കാര്യങ്ങൾ, തടസ്സങ്ങളിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, ബിസിനസ് മേഖലയിൽ, തൊഴിൽ മേഖലയിൽ വരുന്ന തടസ്സങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾക്ക് മന്ദത, അലസത, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയായിരിക്കും ഇത്. പല രീതിയിലും ധനവരവ് വരുന്ന സമയമായിരിക്കും. ഒന്നിലധികം തൊഴിൽ മേഖലയിൽ നിന്നും പ്രധാനമായിട്ടും ഒരു തൊഴിലുണ്ടെങ്കിലും സൈഡ് ബിസിനസ് എന്ന രീതിയിൽ വേറെ ഏതെങ്കിലും കൂടെ ഒരു കാര്യം കൂടെ ചെയ്ത് അതിൽ നിന്നും ധനവരവ് ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരുന്നൊരു സമയമാണ്. പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും കൈമുറുക്കെ പിടിക്കുക എന്നുള്ളതും കൂടുതൽ ഇതിനകത്ത് ഞാൻ വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഈ 2 രാശിക്കാർക്ക് വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.